അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസരി ഉസ്താദ്, ഒരു സംശയം. പകൽ സമയത്ത് നോമ്പുകാരൻ ഉറങ്ങുമ്പോൾ സ്വപ്നസ്ഖലനമായി അങ്ങനെ സ്വപ്നസ്ഖലനമുണ്ടായാൽ നോമ്പ് മുറിയുമോ? അതുപോലെ തന്നെ സുബഹിക്ക് മുമ്പായിട്ട് സ്വപ്നസ്ഖലനം കൊണ്ടോ അല്ലാതെയോ ഒരാൾ വലിയ ശുദ്ധിക്കാരനായാൽ അവന് നോമ്പ് പിടിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? മറുപടി പ്രതീക്ഷിക്കുന്നു. ഉസ്താദെ, നല്ല ചോദ്യങ്ങളാണ്. നേരത്തെ ഫസ്റ്റ് ചോദിച്ച ചോദ്യം, അഥവാ പകൽ സമയം നോമ്പുകാരൻ ഉറങ്ങി അവൻ്റെ ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം ഉണ്ടായി, എന്നാൽ നോമ്പ് മുറിയോ എന്ന് ചോദിച്ചാൽ ലാ ഇഫ്തിറു ബിൽ ഇഹ്തിലാം എന്ന് കിതാബുകളിൽ കാണാം. അഥവാ സ്വപ്നസ്ഖലനം കൊണ്ട് നോമ്പിനൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അദ്ദേഹം പിന്നെ നിസ്കരിക്കണമെങ്കിൽ മറ്റൊക്കെ കുളിക്കണം, അത് വേറെ കാര്യം. ഉസ്താദ്, രണ്ടാമത് ചോദിച്ച ചോദ്യം, സുബഹിക്ക് മുമ്പ് ഒരാൾക്ക് അങ്ങനെ സ്വപ്നസ്ഖലനം കൊണ്ടോ അല്ലാതെയോ, അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അങ്ങനെയുള്ള ബന്ധത്തിലോ അല്ലാതെയോ വലിയ അശുദ്ധിയായാൽ നോമ്പ് പിടിക്കാൻ പറ്റുമോ എന്നതാണ്. നോമ്പിനൊരു കുഴപ്പമില്ല, പിടിക്കാം. പക്ഷേ സുന്നൽ ഗുസ്ലു ലിനഹവി ജനാബത്തിൻ ഖബല ഫജ്രിൻ, സുബഹിക്ക് മുമ്പ് ജനാബത്ത് പോലെയുള്ള വലിയ ശുദ്ധിയുടെ കുളിക്കലാണ് സുന്നത്ത്. കാരണം നമ്മളൊരു ഇബാദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തഹാറത്ത്, ശുദ്ധി ഉണ്ടാകണം എന്നത് നല്ല കാര്യമാണ്. മാത്രമല്ല, സുബഹിക്ക് ശേഷമാണ് കുളിക്കുന്നത് എങ്കിൽ നമ്മുടെ ചെവിക്കകത്തോ അല്ലെങ്കിൽ ഗുഹ്യഭാഗങ്ങളിലോ വെള്ളം കിടക്കാനും സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് സുബഹിക്ക് മുമ്പ് കുളിക്കൽ എന്താണ്? സുന്നത്താണ്. കിതാബുകളിൽ കാണാൻ ഒരാൾ സുബഹിക്ക് മുമ്പ് കുളിക്കുന്നില്ല എങ്കിൽ ആ ഗുഹ്യഭാഗങ്ങളിൽ ഒന്ന് ശുദ്ധിയാക്കൽ നല്ലതാണ് എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള മറുപടി.